അപ്പം നമുക്ക് അടുത്ത നാലാമത്തെ എന്ന് പറയുന്നത് സൗഖ്യതലം എന്ന് പറയുന്ന ഒരു തലമാണ്. നാലാമത്തെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ നാലാമത്തെ തലം സൗഖ്യതലമാണ്. അപ്പോൾ ഈ സൗഖ്യതലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. നമ്മുടെ ഐശ്വര്യം, നമുക്ക് മാനസികപരമായ സന്തോഷം, ഇതൊക്കെ നമുക്ക് ലഭിക്കുക അത് ഈ സൗഖ്യതലത്തിനകത്താണ്. സൗഖ്യതലത്തിനകത്ത് നിരവധി ഹീലിംഗ് പ്രാക്ടീസുകൾ നമ്മളെ ചെയ്യുന്നുണ്ട്. നിരവധി ഹീലിംഗിൽ നമുക്കറിയാം റേക്കി എന്ന് പറയുന്നത് ഒരു ജപ്പാനീസ് ഒരു ഹീലിംഗ് ട്രീറ്റ്മെൻറ്റാണ്. മരുന്നുകളില്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ റേക്കി നമ്മളിവിടെ ബേസായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്ന, നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ അസുഖങ്ങൾ മാറ്റപ്പെടുന്ന, നമുക്കറിയാം നല്ല നമ്മൾ അറിയാത്ത ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് നിത്യവും അനുഭവിക്കുന്ന രോഗങ്ങളായിട്ടുള്ള പല രോഗങ്ങളുടെയും ഒരു 80% നമ്മളുടെ ഓർമ്മയിൽ നിന്ന് നമ്മൾ ആ അസുഖത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണത്തെ, ആ സിംറ്റംസിനെ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിന് അഡിക്റ്റായി പോകണം. നമ്മളൊരു അഡിക്ഷൻ ആവുകയാണ്. എല്ലാത്തിനും അഡിക്റ്റ് ആവുന്നത് പോലെ ഒരു നിരന്തരം ഒരു ആവർത്തിക്കപ്പെട്ട് നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഒരു വേദന വന്നു കഴിഞ്ഞാൽ, ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ, ഇത്തരം സിറ്റുവേഷനിൽ എന്ത് ചെയ്യും, നമ്മളുടെ ഉപബോധ മനസ്സിനകത്ത് നമ്മളുടെ സ്മൃതിതലം, നമ്മുടെ ഓർമ്മകൾ സൂക്ഷിക്കപ്പെടുന്ന അതിനകത്ത് എന്ത് ചെയ്യും, ഇത് കളക്ട് ആവും. ഉദാഹരണം, ഈ ചെന്നിക്കുത്ത് പോലുള്ള തലവേദന ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അലർജി, ഇത്തരം പ്രോസസ്സുകളൊക്കെ നമ്മൾ വെയിൽ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ സ്മൃതി തലത്തിനകത്ത് പറയും, വെയിൽ വന്നു തുടങ്ങി, എനിക്കിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തലവേദന തുടങ്ങും. അല്ലെങ്കിൽ അലർജി ഉള്ളവർ, ശ്വാസം മുട്ടുള്ളവർ, അപ്പോൾ ഇവർ അതിന് മുമ്പേ അവരനുഭവിക്കാൻ സാധ്യതയുള്ള ആ സിംറ്റംസ്, ആ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അവർ പെട്ടെന്ന് അവരുടെ സ്മൃതി തലത്തിൽ നിന്ന് ആ വേദനയെ എന്ത് ചെയ്യണം, പെട്ടെന്ന് അവർ റിലീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അപ്പോൾ പലതും ഓർമ്മിച്ചെടുത്ത് ആ വേദന അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? നമ്മൾ ഓരോ നാരങ്ങ കഴിക്കുമ്പോൾ നമുക്ക് അത് പുളി കഴിക്കുന്ന കാര്യം പറയുമ്പോൾ തന്നെ നമ്മളിലെ പുളിപ്പ് വരുന്നത് പോലെ, ഉമിനീര് വരുന്നത് പോലെ തന്നെ നമ്മളുടെ ഇത്തരം അസുഖങ്ങളുടെ പല കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ അസ്വസ്ഥത, നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക വാക്കുകൾ കേട്ടാൽ നമുക്ക് അസ്വസ്ഥത വരുന്നു. അത് 1-2 തവണ എവിടെന്നോ ഫീൽ ചെയ്തതായിരിക്കും, എവിടെ അനുഭവിച്ചതായിരിക്കും മുൻകാലങ്ങളിൽ. അപ്പോൾ ആ കാര്യങ്ങൾ പിന്നീട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ വാക്ക് കേൾക്കുമ്പോൾ ഇത് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ദേഷ്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെയധികം ഒരു സൊല്യൂഷനാണ് നമ്മളുടെ ഈ സൗഖ്യതലം എന്ന് പറയുന്നത്. സൗഖ്യതലം കൃത്യമായിട്ട് വർക്ക് ചെയ്യപ്പെടണമെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടുതൽ കൂടുകയും പ്രതിരോധ ശക്തി കൂടുതൽ കൂടുകയും, അത് കൂടുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് നിലവിലെ അസുഖങ്ങളോ കാര്യങ്ങളോ ഉള്ളവർക്ക് ഇന്നലെ വരെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ ഗുളിക കഴിക്കുന്നത് കൂടുതൽ റിസൾട്ട് കിട്ടും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രാക്ടീസ് ഉണ്ട്. ഇതൊരു വളരെയധികം സന്തോഷമുള്ള എനർജിക്കലായിട്ടുള്ള ഒരു ഏരിയ ആണ്. കറണ്ട് പോയി കേട്ടോ, ഒരു ഏരിയ ആണ്. അപ്പോൾ കൃത്യമായിട്ടും ഇതിൻ്റെ പ്രാക്ടീസൊക്കെ വളരെ സന്തോഷവും, നമ്മൾ പ്രപഞ്ചവുമായി കണക്ട് ചെയ്തും ചന്ദ്രവട്ടത്തെ കണക്ട് ചെയ്തുകൊണ്ടും ആണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ കാരണം നമുക്ക് ഇനി വരുന്ന ഭാഗങ്ങൾ, ഞാനിപ്പോൾ 4 സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ 4 ഭാഗങ്ങൾ പറഞ്ഞു. 5ാമത് വരുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രപഞ്ചവും നമ്മളുടെ ഉപബോധ മനസ്സുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളാണ്.